എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സ്ആപ്പ് നമ്പറും ഇതിന്റെ ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നോക്കാം. Acceptance, protection, reflection, courage, perseverance and positive outlook. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അക്സെപ്റ്റൻസ് എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു മാസം പൊതുവിൽ നിങ്ങൾക്കൊരു സംശയം, നിങ്ങളൊരു സംശയാലു എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലായ്മയാണ്. നിങ്ങൾക്ക് എല്ലാത്തിനും സംശയമാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ ഇപ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെ, അല്ലെങ്കിൽ എല്ലാത്തിനും കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈവൻ ജോലിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ വരുന്നുണ്ടാവും. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾ സ്വയം മനസ്സിലാക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഭയങ്ങളും ചിന്തകളുടെയും ഒന്നും ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കുക. അതായത് പെസിമിസ്റ്റിക് മൈൻഡ് സെറ്റ്, ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ ഉള്ള ചിന്തയുടെ ആവശ്യമില്ല. ശുഭാപ്തി വിശ്വാസം മനസ്സിലില്ല എങ്കിൽ നിങ്ങളത് ഡിപ്രഷനിലേക്കാണ് നയിക്കുന്നത്, ഒരു നെഗറ്റീവ് എനർജിയിലേക്കാണ്. അതിന്റെ ആവശ്യമില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും അത് അറിയാത്തപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ദേഷ്യവും വാശിയും ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. മറ്റുള്ളവരോട് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഈ ഒരു ഇത് കാണിക്കുന്നത് സ്വയമുള്ള ഡൗട്ടല്ല, മറിച്ച് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ചിലപ്പോൾ നോക്കിക്കാണുന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്. അപ്പോൾ ആ ഒരു മുൻധാരണയോട് കൂടിയിട്ട് മറ്റുള്ളവരെ നോക്കിക്കാണുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് സാഹചര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലായ്മ ഉള്ളത് കൊണ്ടല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ വളരെയധികം നിങ്ങൾ സ്വയം ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്നത് കൊണ്ട് മറ്റുള്ളവരെ കൊച്ചാക്കി കാണിക്കാനുള്ള ശ്രമം അത് നിങ്ങൾ ഒഴിവാക്കുന്നത്, അങ്ങനെ ഉണ്ട് എങ്കിൽ ഒഴിവാക്കുക. ചുറ്റുമുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ സ്വയം നിങ്ങളുടെ കഴിവുകൾ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഊന്നൽ കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില കാര്യത്തിന് വളരെയധികം വലിയ കഴിവായിരിക്കും, മറ്റു ചിലതിൽ അത്രയും കഴിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിവുള്ള എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ഇല്ലാത്ത കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ എന്താണോ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കാരണം ആ ഒരു നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി ഒത്തിരി അനുഗ്രഹം ചൊരിയുന്ന ഒരു സാഹചര്യം ഈ ഒരു അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു സുരക്ഷിത വലയം തന്നെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പോസിറ്റീവ് എനർജി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റിനും, ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി നിങ്ങൾ റിലീസ് ചെയ്യുക. കഴിഞ്ഞുപോയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്കൊരു ലിമിറ്റ് ചെയ്യാണ് എല്ലാത്തിൽ നിന്നും. നിങ്ങൾ ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് പ്രൊമോഷൻ സാധ്യമാകുന്നുണ്ട് ഈ ഒരു മാസം. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് മാനേജറൽ പൊസിഷൻ, ഹയർ പൊസിഷനിലേക്ക്.
അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഈ നെഗറ്റിവിറ്റി ഒഴിവാക്കുക, നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ ഉയർച്ചയിലേക്ക് പോവുകയാണ്. ദൈവാനുഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ഉള്ള കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുകയും കൂടി ചെയ്താൽ അത് 100% പോസിറ്റീവ് ആവും. അപ്പോൾ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ജോലിയിലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ നല്ല പോസിറ്റീവ് എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് റിഫ്ലക്ഷനാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ടുള്ള സമയമാണ്. അപ്പോൾ സ്പിരിച്വലി ആത്മീയ കാര്യങ്ങളിലോ ദൈവിക കാര്യങ്ങളിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. ഭദ്രകാളി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക, ഭദ്രകാളി അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക, അതുപോലെ ക്ഷേത്രം സന്ദർശിക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ സെയിന്റ് ആന്റണീസ്, സെയിന്റ് ജൂഡ് ഇത്യാദി പള്ളികളിൽ സന്ദർശിക്കുകയും മറ്റും ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ ലൈഫിൽ ഒത്തിരി പ്രോഗ്രസ് ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ പൊതുവായിട്ട് അധികം സംസാരിക്കാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ശരിക്കും ഈ ഒരു സമയത്ത് അധികം സംസാരത്തിന്റെ ആവശ്യമില്ല. സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൗനത്തിലൂടെ കാര്യങ്ങൾ അധികം എടുത്ത് ഒത്തിരി സംസാരിച്ചിട്ട് ഉള്ള സാഹചര്യമൊന്നുമല്ല. അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതായത് വർക്കാണ്, നിങ്ങളുടെ വർക്കാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മേലധികാരികളിൽ നിന്നൊക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാർക്ക് സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നല്ലൊരു വളരെ ധൈര്യം, നിങ്ങൾ അസാമാന്യമായിട്ടുള്ള ധൈര്യം പ്രകടിപ്പിക്കുന്ന, പൊതുവെ അസാമാന്യമായിട്ടുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ധൈര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അധികം സംസാരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ സിറ്റുവേഷൻസിന് അനാവശ്യമായിട്ടുള്ള വഴക്കോ പ്രശ്നങ്ങളിലോ ഒന്നും നിങ്ങൾ ചെന്ന് പെടുന്നുണ്ടാവില്ല. പക്ഷെ അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എവിടെ സംസാരിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഭയം കൊണ്ടിട്ടല്ല, നിങ്ങളുടെ ഉള്ളിലും ഒരു സിംഹം ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന സമയമാണ് ഈ സമയത്ത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ മിണ്ടാതിരുന്നത്, പക്ഷെ അനാവശ്യമായിട്ടുള്ളൊരു വഴക്കോ പ്രശ്നങ്ങളോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നേതൃത്വ പാഠവും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളൊരു ബോസ് അല്ലെങ്കിൽ ലീഡർ ആണ് എന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. പൊളിറ്റിക്സിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നേതൃപാഠവും കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ച് പറയാൻ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പാവമാണ്, അല്ലെങ്കിൽ അതായത് ഒരു കഴിവില്ല എന്ന് സ്വന്തം കാര്യം ചെയ്യാനെന്ന് ചിന്തിച്ച ആളുകളൊക്കെ പോലും നിങ്ങളുടെ ആ ഒരു ധൈര്യം, അസാമാന്യ ധൈര്യം കണ്ട് വാവിളിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പെർസീവറൻസ് എനർജിയാണ്. ഏതൊരു കാര്യവും നിങ്ങൾ വളരെയധികം വ്യക്തതയോടും കൃത്യതയോടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് പറയും, ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ, അത് ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ പോരാ, നിരന്തരമായിട്ട് എല്ലാ ദിവസവും പക്വതയോട് കൂടിയിട്ട് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു കഴിവിനെ ചുറ്റുമുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എയിം, അതായത് നിങ്ങൾ ഇന്ന കാര്യത്തിൽ ഇന്ന ഇതിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും എൻട്രൻസോ മറ്റ് പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഒന്ന് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിർത്തി പോവാതിരിക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പരിശ്രമിച്ചാൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള ഉന്നമനമുണ്ട്, പ്രൊമോഷനും കാര്യങ്ങൾ ലഭിക്കുന്നത് പറഞ്ഞിരുന്നു. അതേപോലെ ശമ്പള വർധനവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഫിനാൻഷ്യലി പുറകോട്ടേക്ക് നിൽക്കുന്നവർ, സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നവർ സാമ്പത്തികമായിട്ട് മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ട്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ല സാധ്യതയാണ്, ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണുള്ളത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഒത്തിരി മാറ്റം ബിസിനസ്സിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വലിയ മുന്നേറ്റമൊന്നും ഇല്ല, കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ ഇപ്പോൾ ഒരു മാറ്റം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്.
അതിലൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് അതിൽ മാറ്റം വരുത്തുന്നതാണ്. കാരണം പലപ്പോഴും നിങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ കുറച്ചൊക്കെ മാറ്റി പിടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ ആളുകൾ കൂടുതൽ ക്ലയൻസിനെ ലഭിക്കുന്നതും കസ്റ്റമേഴ്സൊക്കെ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുമാവാം ബിസിനസ് എന്നുള്ള ഉയർച്ചയ്ക്ക് കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.